ഒന്നിച്ച് കാണുന്നതാണ് അവര്. എടുത്തോണ്ട് സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാവുന്ന പോലെ ഭാരതത്തിന്റെ അപ്പോസ്തലനും നമ്മുടെ ബത്തേരി രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനും നമ്മുടെ തിരുമേനിയുടെ സ്വർഗീയ മധ്യസ്ഥനും കൂടിയായിരിക്കുന്ന മോർത്തോമാ ശ്ലീഹായുടെ ദുഃഖാനുദിനം അടുത്ത് വരികയാണല്ലോ. നമ്മുടെ രൂപതയിൽ വിവിധ ഭാഗങ്ങളിൽ അതിനുള്ള ആഘോഷങ്ങൾ, ചടങ്ങുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ നല്ല ഉദാത്തമായ മാതൃകയാണ് മോർത്തോമാ ശ്ലീഹ. ആ മോർത്തോമാ ശ്ലീഹയുടെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ ആചരണം നടത്തുന്ന ഈ അവസരത്തിൽ ബത്തേരി ഭദ്രാസന അധ്യക്ഷന് അഭിനന്ദ ഡോക്ടർ ജോസ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ബത്തേരി രൂപതയിലെ വിശ്വാസ പരിശീലനപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ പ്രതികളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ കുഞ്ഞ് റോസാപ്പൂ പിതാവിന് പ്രത്യേകമായിട്ട് നൽകുന്നു. ഒപ്പം തന്നെ വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ അഭിനന്ദ പിതാവ് നമ്മൾ ഓരോ വർഷവും പിതാവിന്റെ തിരുനാളോടനുബന്ധിച്ച് ലഭിക്കുന്ന തുക, പ്രത്യേക സംഭാവനകളായിട്ട് പലതരത്തിൽ ലഭിക്കുന്ന തുക നമ്മുടെ സഭയുടെ വിവിധ ശുശ്രൂഷകൾക്കായിട്ട്, പ്രത്യേക ബത്തേരി രൂപതയുടെ വികസന പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തികൾക്കും ഉപയോഗിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം, കാലപ്പഴക്കം കൊണ്ട് ഒരു ഇതായിട്ട് പുനർനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ അരമനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നമ്മുടെ ബത്തേരി രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അത് ക്രിയാത്മകമായിട്ട് പങ്കുചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ആ നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ചെറിയ ഒരു സംഭാവന ഈ അവസരത്തിൽ നമ്മുടെ തെരുവുതയുടെ വിശ്വാസ പരിസര കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മരിയ സിസ്റ്റർ അഭിനന്ദ പിതാവിന് പ്രത്യേകമായി ഈ അവസരത്തിൽ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും സന്തോഷമുള്ളത്, നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു 2025-26 വർഷത്തിലേക്ക്. നമുക്കറിയാവുന്നതുപോലെ പുനരൈക്യത്തോട് നമ്മൾ ഏറ്റവും അടുത്ത് വരുന്ന വർഷങ്ങളാണ് ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ. നമ്മൾ കൂടുതൽ കർമ്മനിരതമാകേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് സഹായകരമായ രീതിയിൽ നമ്മുടെ ഡയറി നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ മതാധ്യാപകർക്ക് നമ്മൾ ക്രമീകരിച്ച് നൽകാറുണ്ട്. ഓരോ വർഷവും നമ്മൾ അതിനകത്ത് കൂടുതൽ ആശയങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകൾക്കും അപ്പോൾ 4 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്കുമായിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. ഇപ്രാവശ്യത്തിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ കാലം ചെയ്ത പിതാക്കന്മാരുടെ ചിത്രം അഭിനന്ദ പിതാവിന് നിർദ്ദേശിച്ച് പറയാൻ തന്നെ പലപ്പോഴും പിതാവ് പറയാറുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇന്ന് വാങ്ങിപ്പോയ പിതാക്കന്മാരെ ഒക്കെ ഓർക്കുന്നതും അവരെ സ്മരണകൾ സംഘടിപ്പിക്കുന്നത് ഉചിതമാണ്. അപ്പോൾ അതിന്റെ കാലം ചെയ്ത പിതാക്കന്മാരുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ബത്തേരി രൂപതയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോർപ്പിസ്കോപ്പറായിട്ട് 8 വൈദികരുണ്ട്. അത് പലർക്കും, പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയത്തില്ല. അപ്പൊ അതിന്റെ പടം, അച്ഛന്മാരുടെ പടം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇടവകളിൽ നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തന ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് നമ്മുടെ വികാരിച്ചമാരാണ്. അപ്പോൾ ജൂൺ 10 വരെ പിതാവ് നൽകിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് അനുസരിച്ചുള്ള ക്രമം അനുസരിച്ച് ഉള്ള പേരുകൾ കൃത്യമായിട്ട് ഓരോ പള്ളികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു രേഖയായിട്ട് കൂടി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അച്ഛന്മാരും മുൻ വികാരിച്ചമാരും ഇത് കാണുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു അനുഭവം കൂടിയാണ്. ഇത് രണ്ടും കൂടി പ്രകാശനം കൂടി ഈ അവസരത്തിൽ നിർവഹിക്കപ്പെടുകയാണ്. ആദ്യം 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളുടെ പ്രകാശനം ആ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അഭിനന്ദ പിതാവ് പ്രത്യേകമായിട്ട് കൈമാറും. അത് നമ്മുടെ രൂപതയുടെ റിസോഴ്സ് പേഴ്സണും പ്രൊമോട്ടറും അധ്യാപികയൊക്കെ ആയ ബെറ്റി ടീച്ചർ അഭിനന്ദ പിതാവിന് പ്രത്യേകമായി ഈ അവസരത്തിൽ നൽകുന്നു. അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത 4 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ഇങ്ങോട്ട് മാറി അഭിനന്ദ പിതാവ് ചെറിയൊരു സന്ദേശം നമ്മുടെ എല്ലാവർക്കുമായിട്ട് ഈ അവസരത്തിൽ നൽകുന്നതാണ്. നമ്മുടെ രൂപതയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കൃഷ്ണന്റെ അച്ഛൻ, ബഹുമാനപ്പെട്ട മരിയ ടീച്ചർ, ഏറ്റവും സ്നേഹമുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായ 2-3 കാര്യങ്ങളാണ് നമ്മളിവിടെ അനുസ്മരിച്ചത്. പ്രത്യേകിച്ച് വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുനാൾ ജൂലൈ 3-ാം തീയതി നമ്മൾ ആഘോഷിക്കുവാനായിട്ട് പോവുകയാണ്.
തോമാസ് ശ്ലീഹ നമ്മുടെ ഭാരതത്തിൻ്റെ വിശ്വാസത്തിന് വളർത്തിയ പിതാവാണ്. തോമാസ് ശ്ലീഹായുടെ സന്ദേശം നമുക്ക് അറിയാവുന്നതാണ്. തോമാസ് ശ്ലീഹ നൽകിയ നേതൃത്വ ശുശ്രൂഷയും തോമാസ് ശ്ലീഹായുടെ നാമത്തിലുള്ള അനേകം ദേവാലയങ്ങളും പള്ളികളും അതുപോലെ അനേകം വിശ്വാസികളും നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമുണ്ട്. തോമാസ് ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ബത്തേരി രൂപതയ്ക്ക് തോമാസ് ശ്ലീഹയുമായി പ്രത്യേകമായ ഒരു ആത്മബന്ധമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ രൂപത വിശുദ്ധനായ തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന രൂപതയാണ്. നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ദേവാലയം, കത്തീഡ്രൽ ദേവാലയം തോമാസ് ശ്ലീഹായുടെ നാമത്തിലാണ് പണിതുയർത്തിയിരിക്കുന്നത്. നമ്മുടെ വൈദികർക്ക് പരിശീലനം നൽകുന്ന മൈനസെമിനാരിയും തോമാസ് ശ്ലീഹായുടെ നാമത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. തോമാസ് ശ്ലീഹായുടെ നാമധാരികളായി അനേകം വൈദികരും വിശ്വാസികളും നമ്മുടെ രൂപതയുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലാണ് ഞാൻ ആചാര്യ ശുശ്രൂഷ സ്വീകരിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ മധ്യസ്ഥയാണ് ക്രിസ്തുമന്ദിരാശനുള്ളത്. അദ്ദേഹം തോമാസ് ശ്ലീഹയുടെ ഒരു മകനാണ്. അതുപോലെ മറ്റ് വൈദികരുണ്ട്, നമ്മുടെ അനേകം വിശ്വാസികളുണ്ട്. എല്ലാവർക്കും തോമാസ് ശ്ലീഹയുടെ ലഗ്നോറ തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് നേരുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിലെ വിശ്വാസ പരിശീലന പരിപാലന രംഗം ആരംഭിക്കുന്ന തോമാസ് ശ്ലീഹായാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും തോമാസ് ശ്ലീഹ നമുക്ക് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ തോമാസ് ശ്ലീഹ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നൽകി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാം സമ്പന്നതയുടെ, എല്ലാ കുടുംബങ്ങളുടെയും ദേവാലയങ്ങളുടെയും രൂപതകളുടെയും ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രമെല്ലാം തോമാസ് ശ്ലീഹായിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ തോമാസ് ശ്ലീഹ നമുക്ക് നൽകിയത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മതബോധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റക്കിസം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, യേശുക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയും പ്രബോധനങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തോമാസ് ശ്ലീഹയുടെ തിരുനാൾ ഏറ്റവും അധികം ആഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രമാണ്, സംഘമാണ്. തോമാസ് ശ്ലീഹായുടെ അനുബന്ധമായി എനിക്ക് തോന്നുന്നത് നമ്മുടെ ലേഖന മത്സരമൊക്കെ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷമുണ്ട്. അതുപോലെ തോമാസ് ശ്ലീഹായുമായി ബന്ധപ്പെട്ട വിവിധ ആഘോഷങ്ങളും ആചരണങ്ങളും വിശുദ്ധ കുർബാനയും എല്ലാം നമ്മൾ ഭംഗിയായിട്ട് പല തലങ്ങളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസ പരിശീലന രംഗത്ത് നമ്മുടെ മാതൃകയായി നിൽക്കുന്നത് തോമാസ് ശ്ലീഹായാണ്. ഇത് വചന വർഷമാണെന്ന് നമുക്കറിയാം. നമ്മുടെ സഭയെ സംബന്ധിച്ച് തോമാസ് ശ്ലീഹ അവിടെ കൊണ്ടുവന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്, വേദപുസ്തകമാണ്. ലോകത്തിലെ അനേകം രാജ്യങ്ങളിലെ അനേകം ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏക ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അപ്പോൾ നമ്മൾ വചന ശുശ്രൂഷ അല്ലെങ്കിൽ വചനത്തിൻ്റെ വർഷം ആഘോഷിക്കുമ്പോൾ തോമാസ് ശ്ലീഹയെ പ്രത്യേകം ഓർക്കുകയും തോമാസ് ശ്ലീഹായ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള പ്രത്യേക സ്നേഹവും അവൻ്റെ കൈവിട്ട വിശ്വാസം പ്രഖ്യാപിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. ജീവൻ്റെ പ്രത്യേകമായ സന്ദേശം തോമാസ് ശ്ലീഹ യേശുവിന് ലഭിച്ച ആ സന്ദേശം, അങ്ങനെ വചനത്തിൻ്റെ ഒരു വലിയ പ്രബോധനം തോമാസ് ശ്ലീഹ നമുക്ക് നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഈ സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് തോമാസ് ശ്ലീഹ കൊണ്ടുവന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ നിധിയാണ് നമ്മൾ പങ്കുവെച്ച് കൊടുക്കുന്നത്, വളർത്തുന്നത്, വികസിപ്പിക്കുന്നുള്ളത്. രണ്ടാമതായിട്ട് തോമാസ് ശ്ലീഹ നമുക്ക് നൽകുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോമാസ് ശ്ലീഹ നമുക്ക് 7 പള്ളികളെ സംഭാവനയായിട്ട് നൽകിയെന്നുള്ളത്. കേരളത്തിലെ പള്ളികളുടെ എല്ലാം ചരിത്രം, ഭാരതത്തിലെ പള്ളികളുടെ എല്ലാം ചരിത്രം തോമാസ് ശ്ലീഹയുടെ പള്ളിയിൽ നിന്ന് വികസനമാകുന്നതാണ്. നമ്മുടെ വിശ്വാസ പരിശീലനം പ്രധാനമായിട്ടും നടത്തപ്പെടുന്ന നമ്മുടെ ദേവാലയങ്ങളിലാണ്. ഭവനങ്ങളിലൊക്കെ വിശ്വാസ പരിശീലനത്തിൻ്റെ ചെറിയ വേദികളുണ്ട് എന്നവരിൽ തന്നെ വിശ്വാസം വിപുലീകരിക്കുന്നത് നമ്മുടെ ദേവാലയത്തോട് ചേർന്നാണ്. അപ്പോൾ ഈ സൺഡേ സ്കൂളിൻ്റെ പ്രത്യേകമായ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ഡയറി പ്രത്യേകമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ അതിനകത്ത് നമ്മുടെ രൂപതയെ സംബന്ധിച്ചും ദേവാലയങ്ങളെ സംബന്ധിച്ചും നയിച്ച പിതാക്കന്മാരെ സംബന്ധിച്ചും കോളേജ് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ സംബന്ധിച്ചും സന്യാസിരെ സംബന്ധിച്ചും നമ്മുടെ ദേവാലയവുമായി അനുബന്ധമായിട്ടുള്ള പ്രത്യേകമായ വിശ്വാസത്തിൻ്റെ നല്ല പാരമ്പര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ്
നമ്മുടെ വിശ്വാസ പ്രബോധനം മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പോൾ ദേവാലയങ്ങളിലെ നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ, വിശ്വാസ പരിശീലനം വളരെയേറെ ഭംഗിയായി നടത്തപ്പെടുവാൻ സഹായിക്കുന്നതാണ് ഈ 2 ഡയറികൾ. അത് ശരിയായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനം ബലപ്പെടുത്തുവാനായിട്ടും അതിനെ വിപുലീകരിക്കുവാനായിട്ടും നമുക്ക് ഏർപ്പെടുവാനായിട്ട് ശ്രമിക്കാം. 3-ാമതായി തോമാശ്ലീഹ നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോൾ നൽകിയ മറ്റൊരു സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ മാതാവിനെയാണ്, ദൈവ മാതാവിനെയാണ്. നമുക്കറിയാം, സഭ ആരംഭിക്കുന്ന പെന്തക്കോസ്ത് തിരുനാളിലാണ്. മാതാവിൻ്റെ നേതൃത്വത്തിലാണ് ലേഖന്മാരും മറ്റുള്ളവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ ആത്മാവിനെ സ്വീകരിച്ച് ആദ്യത്തെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മളെല്ലാവരും പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരും ജയമാല ചൊല്ലുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഈ മാതൃഭക്തി വളർത്തുവാനായിട്ടും നമ്മുടെ വിശ്വാസ പരിശീലനം വളരെയേറെ സഹായകരമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ തോമാശ്ലീഹ നമുക്ക് നൽകിയ വചനത്തിൻ്റെ മാധുരിയും അദ്ദേഹം നമുക്ക് കൈമാറിയ ദേവാലയങ്ങളുടെ മനോഹരമായിട്ടുള്ള പവിത്രതയും പരിശുദ്ധ മാതാവിനുള്ള ഭക്തിയുമെല്ലാം കാത്തു സൂക്ഷിച്ച് എല്ലാ ക്രൈസ്തവരായി ഈ ആനുകാലിക സമൂഹത്തിൽ ജീവിക്കുവാനും കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനുള്ള സ്ഥാനം ഉറപ്പിക്കുവാനും നമ്മളുടെ ഈ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്, തോമാശ്ലീഹയുടെ പെരുന്നാൾ ആഘോഷത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലൊരു ചടങ്ങ് ഇവിടെ ക്രമീകരിച്ച ക്രിസ്തുമസ് പ്രത്യേകിച്ച് തിരുനാളിൻ്റെ ആഘോഷങ്ങൾ തോമാശ്ലീഹയുടെ പേര് ഞാൻ ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ, അതുപോലെ ലിറ്റി, അതുപോലെ മറ്റുള്ളവർ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ ആഘോഷങ്ങൾ ഭംഗിയായി നടക്കുവാനായിട്ട് ഞാൻ ആശംസകൾ നേരുന്നു. അതുപോലെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെറിയ ഒരു സംഭാവന രമന നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് നൽകാനുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഭവിക്കും. ലേറ്റസ്റ്റ് ബുക്കും എല്ലാ